കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വള്ളത്തോൾ നാരായണമേനോൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം. കേരള ലളിതകലാ അക്കാദമി ആസ്ഥാനം എവിടെയാണ്? ആൻസർ തൃശ്ശൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ കണ്ണൂർ. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ കോട്ടയം. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ബോധേശ്വരൻ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത്? ആൻസർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏത്? ആൻസർ കേരളം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ചൂളന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ആൻസർ ഏറനാട്. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? ആൻസർ പെരിയാർ. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽവേ? ആൻസർ കൊച്ചി മെട്രോ. ദേശീയ യുവജന ദിനം എന്നാണ്? ആൻസർ ജനുവരി 12. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആൻസർ സ്വാമി വിവേകാനന്ദൻ. കേരളത്തിലൂടെ ഒഴുകുന്ന ആകെ നദികൾ? ആൻസർ 44. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3 നദികൾ ഏതെല്ലാം? ആൻസർ കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ആൻസർ ഭാരതപ്പുഴ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കെ കേളപ്പൻ. കേരളപ്പഴമ എന്ന കേരള ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഭാരതപ്പുഴ. ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നൃത്തങ്ങൾ ഏവ? ആൻസർ കഥകളി, മോഹിനിയാട്ടം. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയായി അറിയപ്പെടുന്നത്? ആൻസർ കുന്തിപ്പുഴ. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ റാണിപുരം. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ കുട്ടനാട്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്? ആൻസർ മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ശില്പനഗരം എവിടെയാണ്? ആൻസർ കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏത്? ആൻസർ ചെമ്മീൻ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷക നദി ഏത്? ആൻസർ കുന്തിപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ നഗരം ഏതാണ്? ആൻസർ തിരുവനന്തപുരം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആൻസർ പുന്നമടക്കായൽ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ പാലക്കാട്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല? ആൻസർ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട? ആൻസർ ബേക്കൽ കോട്ട.
സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ആൻസർ പൂക്കോട് തടാകം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല? ആൻസർ വയനാട്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ആൻസർ എറണാകുളം. സമുദ്രനിരപ്പിനു താഴെ നെൽകൃഷിയുള്ള ഇന്ത്യയിലെ പ്രദേശം ഏത്? ആൻസർ കുട്ടനാട്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആൻസർ ഇടുക്കി. വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഇടുക്കി. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ കുട്ടനാട്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? ആൻസർ എറണാകുളം. 1990-ലാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ്? ആൻസർ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ആൻസർ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 20. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ പട്ടാമ്പി. കേരളത്തിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഇടുക്കി ജില്ലയിലെ ആനമുടി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല? ആൻസർ കോട്ടയം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ്? ആൻസർ കണ്ണൂർ.